So hello guys, welcome back to my channel. So ഞാൻ ആക്ച്വലി ഗോവയിൽ വന്നത് നമ്മുടെ ഡ്യൂക്ക് ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമ്മുടെ അപ്രിലയുടെ RS457 നമുക്ക് റൈഡ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നത്. വൗ നൈസ്. സോ ഈ ഒരു വണ്ടി കേരളത്തിൽ തിരുവനന്തപുരം ഷോറൂമിലെങ്ങാണ്ട് വന്നു, പക്ഷേ ടെസ്റ്റ് റൈഡ് ഒന്നും എവിടെയും അവൈലബിൾ അല്ല. ഞാൻ ഒന്ന് രണ്ടിടത്ത് നോക്കിയായിരുന്നു. ആൻഡ് ഞാൻ ശരിക്കും പറഞ്ഞതൊന്ന് റൈഡ് ചെയ്യണമെന്ന് ഓർത്തിരിക്കും. അപ്പോഴാണ് ഞാനിപ്പോൾ ഡ്യൂക്ക് ഇപ്പോൾ ഉള്ളത് ഞാൻ ഗോവയിലാണ്. ആക്ച്വലി ഈ ഒരു വണ്ടിയെ റൈഡ് ചെയ്യണമെന്ന് ഓർത്തിരുന്നപ്പോൾ രാവിലെ ഞാൻ ഡ്യൂക്കിൻ്റെ സർവീസ് സെൻറ്ററിലൊന്ന് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ആക്സിഡൻ്റലി ഈ ഒരു വണ്ടി ഷോറൂമിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ ഞാൻ അവരോട് ചോദിച്ചു ടെസ്റ്റ് റൈഡ് പോസിബിൾ ആണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ യൂട്യൂബറാണ്, കാര്യങ്ങളാണ്. നമുക്ക് ആക്ച്വലി ഗോവയിൽ മപ്സയ്ക്ക് അടുത്ത് മപ്സയിൽ ഓട്ടോ സോൺ എന്ന് പറഞ്ഞ് അപ്പർലയുടെ ഷോറൂമുണ്ട്. അവരാണ് നമുക്ക് ഈ വണ്ടി തന്നത് ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് സൂപ്പർ ഗായ്സ്. വണ്ടി ഒരു ഞാൻ ഫോട്ടോയിൽ കണ്ടേക്കാളും വണ്ടി ഭയങ്കര ബൾക്കിയാണ്. And I really like bulky designs. Wow, it's honestly amazing. ഞാനിപ്പോൾ സ്പോർട്സ് മോഡിലാണ്. സോ മോഡ്സ് ചേഞ്ച് ചെയ്യാൻ ഇവിടെ നിന്ന് ഇക്കോ ഉണ്ട്, റെയിൻ ഉണ്ട്, സ്പോർട്ട് ഉണ്ട്, ആൻഡ് ATC കാണുന്നത് ട്രാക്ഷൻ കൺട്രോളാണ്. സോ ഞാൻ ട്രാക്ഷൻ കൺട്രോൾ ഇപ്പം 3-ലാണ് വെച്ചേക്കുന്നത്, ആൻഡ് ന്യൂട്രൽ. ആൻഡ് ട്രാക്ഷൻ കൺട്രോൾ കുറയ്ക്കണമെങ്കിൽ ഇതിൽ കുറയ്ക്കാം, ATC 2, ATC 3. സോ 3-ൽ കടന്നോട്ടെ, ഇറ്റ്സ് ബെറ്റർ. സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഇറ്റ്സ് റൈസ്. സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. മാരക സാധനം എന്ന് പറഞ്ഞാൽ മാരക സാധനമാണ്. സോ എനിക്കിവിടുന്ന് റൈറ്റാണ് എടുക്കേണ്ടത്. ട്വിൻ സിലിണ്ടർ എൻജിൻ. സോ ബേസിക്കലി അപ്രിലയിലെ ട്വിൻ സിലിണ്ടർ എൻജിനാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് 457. ആൻഡ് ഞാനിപ്പോൾ R3 ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ പ്രൈസിലും ഇത് കംപ്ലീറ്റ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ ആണോ, അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഇത് ഫുൾ പ്രൊഡക്ഷൻ എല്ലാം ചെയ്തേക്കുന്നത്. ആൻഡ് ടു ബി ഓണസ്റ്റ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഗോവയിൽ 5,11,000 രൂപയാണ്. ആൻഡ് നാട്ടിൽ ഐ തിങ്ക് അറൗണ്ട് ആ ഒരു വില തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ചിലപ്പോൾ അതിലൊരു 5.5 ഒക്കെ ആവുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. ആൻഡ് അടിപൊളി മാൻ, ഒരു രക്ഷയില്ല കേട്ടോ. വാവ്, ഒരു രക്ഷയില്ല. ഇറ്റ്സ് അമേസിങ്. ബട്ട് ഈ റൈഡിങ് പോസ്റ്റർ നല്ല അടിപൊളി, കുഴപ്പമില്ല. എന്താ അഗ്രസീവ് റൈഡിങ് പോസ്റ്റർ എന്ന് തന്നെ പറയണം ഇതിന്. ആൻഡ് ഈ വണ്ടി ഞാൻ എവിടെയെങ്കിലും സൈഡിൽ ഒതുക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും വണ്ടിയുടെ ആ ഒരു ഇത്. കാരണം ഭയങ്കര വലിപ്പമുണ്ട് വണ്ടിക്ക് കേട്ടോ. കാരണം നോർമലി നമ്മൾ ഒരു ചെറിയ വണ്ടിയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ഭയങ്കര വലിപ്പമുണ്ട്. നമ്മൾ വിചാരിക്കും ചെറിയ വണ്ടിയാണ്, പക്ഷേ അത്യാവശ്യം നല്ല ബൾക്കിയാണ്. ഇരിക്കാൻ നല്ല ഒരു എന്താ പറയുക, ഒരു സ്റ്റിഫാണ്. സീറ്റൊക്കെ നല്ല സ്റ്റിഫാണ്. ഇരിക്കാൻ അത്ര എന്ന് വെച്ചാൽ അത്ര കംഫർട്ടബിൾ അല്ല. ബട്ട് ലോങ് ടൂറിങ്ങിന് ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ്സ് റിയലി കംഫർട്ടബിൾ. കാരണം നല്ല രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഏതിനാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെ ലോങ് ടൂറിങ് ഐ ഡോണ്ട് തിങ്ക് സോ അത് നടക്കുമെന്ന്. ബട്ട് വണ്ടി ഓടിക്കാനൊക്കെ നല്ല പവർഫുള്ളാണ്. ഒരു ട്രാക്ക് ഓറിയൻറ്റഡ് ഒക്കെ പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. ഒരു സൂപ്പർ ബൈക്ക് ഫീലിംഗ്. എന്താ പറയുക, ഞാനൊരു 400cc എന്ന് എനിക്ക് തോന്നുന്നു. പെർഫോമൻസ് വൈസ് സൂപ്പറാണ് വണ്ടി. Amazing guys, this is amazing. 110-112 അങ്ങോട്ട് ടച്ച് ചെയ്തു. And literally this is amazing. സോ ഞാനിവിടെ എവിടെയെങ്കിലും നിർത്താം, എന്നിട്ട് നിങ്ങൾക്ക് വണ്ടി ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ദിസ് ഈസ് ദ Aprilia RS457
സോ ഇത് നമ്മുടെ ഒരു 660യുടെ സെയിം ഡിസൈനിലാണ് ചെയ്തേക്കുന്നത്. ലൈറ്റ്സ് ഈ ഒരു ചെറിയ ലൈറ്റേ ഉള്ളൂ. ആൻഡ് ലുക്ക് അറ്റ് ദിസ് കളർ. ഇതൊരു പ്രത്യേക കളർ സ്കീമാട്ടോ. വണ്ടി വേറെ ഒരു രക്ഷയില്ല. R5ൻ്റെ ബാഡ്ജിങ്. ദിസ് ഈസ് എ ട്വിൻ സിലിണ്ടർ മോട്ടോർ. ആൻഡ് എക്സോസ്റ്റ് ഞാൻ കേൾപ്പിച്ചു തരാം. നൈസ് സൗണ്ട് മാൻ. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. റിയർ സെക്ഷൻ 150, 60, 17 ഇഞ്ച്. ആൻഡ് ഫ്രണ്ട് സെക്ഷൻ ഈസ് ഫ്രണ്ട് സെക്ഷൻ 110, 70, 17. ആൻഡ് ലുക്ക് അറ്റ് ദ ഡിസൈൻ. വണ്ടി കാണാൻ നല്ല അടിപൊളി ഒടുക്കത്തെ ലുക്കാണ് സാധനത്തിന്. അതുപോലെ തന്നെ ഭയങ്കര ബൾക്കിയാണ്. സീറ്റ് എനിക്കിത് ഓടിച്ചിട്ടുണ്ടല്ലോ, പെർഫോമൻസ് ഒക്കെ പൊളി, ഒരു രക്ഷയില്ല. ഗോവ നമ്പറാണ്, ഗോവയിലാണ് നമുക്ക് വണ്ടി ഇട്ടേക്കുന്നത്. പെർഫോമൻസ് ഒന്നും ഒരു രക്ഷയില്ല, അടിപൊളി. ക്വിക്ക് ഷിഫ്റ്ററൊക്കെ നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ബേസിക്കലി. സോ അത് നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യേണ്ടി വരും. LED ലൈറ്റ്സും കാര്യങ്ങളും എല്ലാമാണ് വരുന്നത്. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ഓവർ വ്യൂ. ഓവറോൾ ദിസ് ഈസ് ആൻ അമേസിങ് ബീസ്റ്റ്. ബട്ട് സീറ്റ് അത്ര കംഫർട്ടബിൾ അല്ല. റൈഡർ സീറ്റും പില്യൻ കുറച്ചുകൂടെ കുഷ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് റൈഡർ സീറ്റ് ഒട്ടും കംഫർട്ടബിൾ അല്ല. വണ്ടിയെ കയറി ഇരുന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ ഓർത്തത് ഹയബുസയുടെ ടാങ്കാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതിലോട്ട് കയറി ഇരുന്നപ്പോൾ തന്നെ. ആൻഡ് റൈഡിങ് പോസ്ചർ ഈസ് കംപ്ലീറ്റ്ലി അഗ്രസീവ് എന്ന് വേണമെങ്കിൽ തന്നെ പറയണം. സോ നമുക്ക് ആക്ച്വലി കുറച്ച് നേരത്തേക്കാണ് ഈ വണ്ടി തന്നത്. Wow, this is awesome guys. Awesome and awesome. I really like this machine. It's പവർഫുൾ ആണെന്ന് ചോദിച്ചാൽ ഇത്രയും പവർഫുൾ ആണ് സാധനം, ഒരു രക്ഷയില്ല. നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഇത്രയും പവർഫുള്ളാണ്, ഒരു രക്ഷയില്ല. ആൻഡ് ഹോണസ്റ്റ്ലി ഐ റിയലി ലൈക്ക് ദിസ് മെഷീൻ എ ലോട്ട്. എക്സെപ്റ്റ് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സീറ്റ് കംഫർട്ട് ഒഴിച്ചാൽ ബാക്കി എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, ഒരു രക്ഷയില്ല. സീറ്റ് കംഫർട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല, വണ്ടി എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ തന്നെ എനിക്ക് പറയണം. ദിസ് ഈസ് അമേസിങ് ഗായ്സ്. ദിസ് ഈസ് റിയലി ലവ്ലി എന്ന് വേണമെങ്കിൽ തന്നെ പറയണം. എനിക്ക് അതുപോലെ വണ്ടി ഇഷ്ടപ്പെട്ടു. വണ്ടി ഓടിക്കാനും നല്ല സുഖമാണ്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, സീറ്റ് കംഫർട്ട് എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടില്ല. ബാക്കി ഓവറോൾ വണ്ടി അടിപൊളിയാണ്. ആൻഡ് ഐ ഹോണസ്റ്റ്ലി റിയലി ലൈക്ക് ദിസ് മെഷീൻ. സോ അതിൻ്റെ ഒരു പെർഫോമൻസ് ലെവൽ എനിക്ക് അത്രയും മാത്രം ഇഷ്ടപ്പെട്ടു ഗൈസ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ലെവലാണ്. സോ ടെസ്റ്റ് റൈഡ് ഒരു ഇൻകംപ്ലീറ്റ് പോലെ തോന്നുന്നുണ്ടല്ലോ. സോ ലെറ്റ് മീ ടെൽ യു ഫ്രാങ്ക്ലി, സംഭവം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗോപ്രോയിൽ ഞാൻ നേരത്തെ എൻ്റെ ഒരു 64 GB മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു. ബട്ട് അതെൻ്റെ ഒരു ഫ്രണ്ട് എടുത്തുകൊണ്ട് പോയി. അതിന് പകരം അവൻ വേറൊരു മെമ്മറി കാർഡ് എനിക്ക് അയച്ചു തന്നു. സംഭവം സെയിം തന്നെയാണ്, പക്ഷേ ആ ഒരു മെമ്മറി കാർഡ് എപ്പോൾ ഇടുമ്പോഴും ഇടയ്ക്ക് ഇതുപോലെ തന്നെ വീഡിയോ റെക്കോർഡ് ആവാതിരിക്കുക, കറപ്റ്റ് ആവുക, അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോണ്ട് നോ വൈ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് കറക്റ്റഡായിപ്പോയി, കിട്ടിയില്ല. ഞാൻ കുറേ ഇത് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് ശരിയായില്ല. ആദ്യത്തെ കുറച്ച് ടൈമിനുള്ളൊരു ലാഗാട്ടോ ആ ഒരു ഇതിൽ വരുന്നത്. സോ ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് വണ്ടി അടിപൊളി, പെർഫോമൻസ് വൈസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു ഒറ്റൊരു കാര്യം ഇഷ്ടപ്പെടാതിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സീറ്റ് കംഫർട്ടാണ്. സോ അത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കുന്ന ആൾക്കാർക്ക് നോർമലി നമുക്ക് വേണമെങ്കിൽ ഗ്രാൻഡ് പിസ്റ്റോപ്പിൻ്റെ ഒക്കെ എയർ സീറ്റ്സ് ഉണ്ട്, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ലോങ് ടൂറിങ് കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടൂറിങ് കേപ്പബിലിറ്റി ഡെഫിനറ്റ്ലി ഉണ്ടാവും. കാരണം അല്ലാതെ നിങ്ങൾക്ക് ലോങ് ടൂറിങ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്, വണ്ടി ഓടിച്ചതിൽ എനിക്ക് ഭയങ്കരമായിട്ട് വണ്ടി ഇഷ്ടപ്പെട്ടു. ആ വണ്ടിയുടെ ലുക്കായാലും ഡിസൈൻ ആയാലും അതുപോലെ തന്നെ ആ ഒരു നല്ലൊരു അടിപൊളി സ്പീഡിൽ ആ ഒരു ഇത് ചെയ്യുമ്പോഴും നല്ലൊരു നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ഇത് കിട്ടുന്നുണ്ടല്ലോ അത്. പിന്നെ അതുപോലെ തന്നെ സൗണ്ട് കുറവാണോ എന്നുള്ളത് ഒരുപാട് പേര് അവരുടെ ഒരു കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ഇപ്പം എത്രമാത്രം ഗോപ്രോയിൽ മൈക്കിൽ റെക്കോർഡായെന്ന് എനിക്കറിയത്തില്ല. ബട്ട് അമേസിങ് സൗണ്ട്, നല്ല സൗണ്ടുണ്ട്, അത്യാവശ്യം നല്ലപോലെ സൗണ്ടുണ്ട്. ആൻഡ് ഒരു 457 cc ഐ തിങ്ക്
ഒരു 600cc ഒക്കെ ഓടിക്കുന്ന ഒരു ഫീലാണ്. ഒരു ഇൻലൈൻ 4 സിലിണ്ടർ എന്ന് ഓടിക്കുന്ന ഫീൽ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഇൻലൈൻ ഒരു 2 സിലിണ്ടറിൽ ഒരു ഇപ്പോഴത്തെ ഒരു ടൈമിൽ നല്ല ബെസ്റ്റ് വണ്ടി എന്ന് വേണമെങ്കിൽ തന്നെ ഞാൻ പറയാം. കാരണം നല്ല അതുപോലെ എനിക്ക് ആ ഒരു മെഷീൻ അതുപോലെ ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് അമേസിങ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ യു ഗൈസ് നോ ദ ഡ്രിൽ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മുടെ ഈ ഗോവ ടു കേരള വീഡിയോയും അതുപോലെ തന്നെ വേറെ ഒരുപാട് വീഡിയോയും വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.